ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ വ്ളോഗിലേക്ക് കടക്കാം കേട്ടോ. ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഉമ്മ അച്ചാർ ഉണ്ടാക്കുകയാണ്. ബീട്രൂട്ട് അച്ചാർ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട ഒരു അച്ചാറാണ്. അപ്പോൾ ബീട്രൂട്ട് കണ്ടപ്പോൾ ഇക്കങ്ങനെ പറഞ്ഞു അച്ചാർ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇക്ക ഇവിടെ ഇല്ല. ഇക്ക ഒരു സ്കാനിങ്ങിനായിട്ട് അബുദാബിയിൽ പോയതാണ്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉമ്മ ബീട്രൂട്ടൊക്കെ എടുത്ത് അവിടെ പോയി അരിയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോയതാണ്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. ഇത് സാധാ ഒരു അച്ചാർ ഉണ്ടാക്കുന്ന പോലെയല്ല ഉണ്ടാക്കുന്നത്. ഇക്കാക്ക് മാത്രമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടാക്കുന്നത്. കുറച്ച് മാത്രം വിനാഗിരി ഇടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും ഈ അച്ചാർ കേട്ടോ. വല്ലാണ്ട് ഉപ്പും പുളിയൊന്നും ഇടാണ്ട് എപ്പോഴും കഴിക്കാൻ പറ്റുന്നൊരു അച്ചാർ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഉമ്മയോട് പറയാനും വിട്ടുപോയി വീഡിയോ എടുക്കണമെന്ന്. അപ്പോഴേക്കും ഉമ്മ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അച്ചാർ ഉണ്ടാക്കി റെഡി ആക്കിയിട്ടുണ്ട്. കുളിക്കുക റൂയി കുളിക്കാൻ പോവാ. ഓക്കെ, ഇങ്ങോട്ട് എവിടേക്കാ പോണ് അറിയില്ല. എവിടേക്ക് പോണ്ട? പോയിന്റെ പപ്പ എവിടെ പോയി? പപ്പ ഓഫീസിൽ പോയതല്ലല്ലോ. എവിടേക്ക്? അല്ലാബി അബുദാബി പറഞ്ഞ പറ. എവിടേക്കാ പോയി? പറ, നോക്കട്ടെ ഒന്നുകൊണ്ട് പറഞ്ഞ. അല്ലാബി. ഓക്കെ, അല്ലാബി. ഓക്കെ. അപ്പോൾ പപ്പ ഉയ്ക്ക് സങ്കടാവില്ല പപ്പ പോയത്? ഉയിനെ കൂട്ടാണ്ട പോയതല്ലേ? റൂയി സ്പൈഡർമാൻ ഫാനാണ് ഇപ്പോൾ. എന്താന്ന് കാണിക്കുന്നത് റൂയി? ഇപ്പോൾ സ്പൈഡർമാൻ്റെ ആളാണ് റൂഹി. എങ്ങനെ അതിൻ്റെ ഫാനായെന്ന് ഒരു പിടുത്തില്ല. എന്താ ഇപ്പോൾ ഇതൊക്കെ? ഇതാണ് ഇന്ന് കാണുന്നത്. താഴിട്ട് അടുത്ത ആളെ താഴിട്ട് ഇപ്പോഴും അതിനിഷ്ടമുള്ള ആൾ മാത്രമേ താഴിടുന്നുള്ളൂ. ഓക്കെ, സ്പൈഡർമാൻ ഇഷ്ടമാണ്. ലൂയിൻ്റെ സ്പൈഡർമാൻ എവിടെ? എവിടെ എവിടെ? കാണിച്ചു തരാം. ലൂയിൻ്റെ സ്പൈഡർമാനാ? നോക്കട്ടെ. പിന്നെ സ്പൈഡർമാൻ പുതിയ വാങ്ങിച്ചത്. ഈ സ്പൈഡർമാനും ആ സ്പൈഡർമാനും സെയിം? എന്താ കഴിക്കുന്നേ റൂയി? എന്താ കഴിക്കണേ? റൂയി അവിടെ എവിടെയും പോയി ഇരിക്കും. റൂയി നമ്മളെപ്പോൾ വരുമ്പോഴും കാക്കകൾ വരും. വരുന്നുണ്ട്. പൂച്ചയുടെ പോയി കാക്ക കൊടുക്ക്. കഴിച്ച് അതാ വീണ് നോക്കാം. കൊടുത്തേക്ക. അവിടെ കൊണ്ടേ കൊടുക്ക. വൺ. റോസ് കാക്ക കൊടുക്കുകയാണോ അതോ റോസ് കഴിക്കണോ? എന്താ ചാടി വരുന്നുണ്ട്. ഊയാക്കിക്കോളാം. അതെങ്ങോട്ടെ വരുന്നതാ. അവിടെ കൊണ്ടേ കൊടുക്കുക ഊഹി.
നോക്കട്ടെ, വലിയ പീസാണോ ചെറിയ പീസാണോ? അവിടെ അടുത്ത് നിങ്ങൾ കിട്ടണമെങ്കിലേ എന്താ കാക്ക കുറേ കാക്ക വന്നിട്ടാ റൂയിൻ്റെ അടുത്ത്. റൂയി 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 തിന്നണത് റൂയി കൊടുത്ത് തിന്ന്. ബോള് പോയോ? കാറ്റോണ്ട് പോകുന്നില്ല. റോസ് റൂയി കൊടുക്ക്. നല്ല രസമുണ്ട് ആകാശം കാണാം. എവിടുക്കാ? എന്ത് നോക്കട്ടെന്ന്? കുട്ടിന്റെ ബോൾ നോക്കണ്ട. എൻ്റെ അടുത്ത് ടിഷ്യൂ ഒന്നും ഇല്ല. റോസുവിന്റെ പാൻറിൽ തന്നെ പോയി. ഒഴിച്ചെടുക്കും. വെള്ളം ഒഴിച്ചെടുക്കും. നീ കയ്യിലാക്കല്ല റോസു. ഇനി വേറെ ടിഷ്യൂ ഇല്ല കേട്ടോ. എവിടേക്ക് പോണേ? അങ്ങോട്ട് പോണ്ട. എന്നാലും റോസുവിന്റെ പാന്റ് മേലാണ് കാക്ക മനസ്സിലായി. ഇനി ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പം അതിനായിട്ട് ഇവിടെ ലുലുലു വന്നതാണ് തൊട്ടടുത്തുള്ള. എന്താ റൂയിന്റെ കണ്ണ് ഫുള്ള് ഇതാ ചോക്ലേറ്റിലോട്ട്. എന്താ വേണ്ടി? ചെറുത്. വലുത് നമുക്ക് പോകാൻ പറ്റില്ല. ചെറുതെടുത്തോ. കൺഫ്യൂഷനായി. ഏത് പറ്റില്ല? അത് പറ്റില്ല. ഏതാ വേണ്ടി? ഏതാ വേണ്ടി? എടുക്ക്. അതൊക്കെ ബേബിൻ്റെ ആണ്. അത് പറ്റില്ല. അത് പറ്റില്ലെന്ന് അവൾ തന്നെ തീരുമാനിച്ചു. പിന്നെ ഏതാണ്? അത് 3 ഉണ്ട് അതില്. അവൾ ഏറ്റവും കൂടുതൽ എന്തൊക്കെയുള്ളത് അതൊക്കെ നോക്കണം. എന്താ റോയി പറഞ്ഞേ? വേറെന്താ വേണ്ടിയത്? എന്ത്? വേറെ ഒന്നും ഇല്ല കേട്ടോ. അവളൊന്ന് സമാധാനിക്കണം. ആ റോസിൻ്റെ അവിടെ നിന്നോട്ട് റൂഹി. അതവിടെ നിന്ന്. അങ്ങനെ. ചോക്ലേറ്റ് ഇവിടെ ഒപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ റൂഹി മോൾക്കൊരു ടോയ് വേണമായിരുന്നു. അത് വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു വാങ്ങിക്കണമെന്ന്. സ്പൈഡർമാൻ്റെ ടോയ്, അതുപോലെ ട്രെയിനിൻ്റെ ടോയും.
അപ്പം അതിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് വാങ്ങിക്കണം. മോളെ ആണോ? ഇവിടെ ഉയ്മോൾക്ക് എന്താ വാങ്ങിച്ചേ? വീട്ടിൽ പോണില്ല, വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കണം. ഓക്കെ, എന്താ കുട്ടിക്ക് വേണ്ടത്? എന്താണ്? ഇല്ല ആണല്ലേ. എന്താ കുട്ടിക്ക് വേണ്ടിയത്? എന്ത് ടോയ് വേണ്ടേ? ഏതാണ്? എന്ത് ഫൈഡർമാൻ? നോക്കണുണ്ടോ? വീട്ടിലേക്ക് പോകേണ്ടതൊക്കെ റൂട്ടൊക്കെ നല്ല നോക്കി വെച്ചിരിക്കണം. എന്താണ്? നമുക്ക് വീട്ടിൽ പോവാ? എന്താണ്? റൂയി വണ്ടിയിലിരിക്കണം, ഉമ്മ വാങ്ങിച്ചോണ്ട് കേട്ടാ. ദേശം മരുമിൻ്റെ സമയമായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഇറങ്ങിയില്ല. അവൾക്കുള്ള ടോയ് മാത്രം വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ റോസുവിന് സ്കൂളിലേക്ക് ആനുവൽ ഡേ ഫംഗ്ഷനൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് ഒരു കമ്മലും കൂടി വാങ്ങിക്കാനുണ്ട്. അത് മാം പറഞ്ഞതൊരു പേളാണ്, ഒരു റൗണ്ട് പേള്. അപ്പോൾ അതന്നെ വേണ്ടി വരും, ആ ഒരു ടൈപ്പ് തന്നെ വേണ്ടി വരും. ഭാഗ്യത്തിന് അവിടെ ഒരു ടൈപ്പ് കണ്ടു, പക്ഷെ അതിലൊരു ഗോൾഡൻ കളർ ഇതുണ്ടായിരുന്നു, ബോർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനില്ല. അപ്പോൾ ഈ ഒരു സെറ്റ് വാങ്ങിച്ചു. പിന്നെ ഞാനൊക്കെ മാത്രമേ അറിയിട്ടുള്ളൂ. കാരണം റോഹിനെ ഇപ്പോൾ ഇതിനകത്തേക്ക് കയറ്റിയാൽ പിന്നെ അവൾക്ക് വിചാരിച്ചതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ വേണ്ടി വരും. ചിലപ്പോൾ അത് മൊത്തം നോക്കി നിന്ന് കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോവുക. അപ്പോൾ സ്പൈഡർമാൻ്റെ എന്തായാലും കിട്ടി. പിന്നെ ഒരു ടോയും കൂടി വാങ്ങിച്ചു. പിന്നെ ഇതുപോലത്തെ ഷോപ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് തന്നെ നേരം ഉണ്ടാവുള്ളൂ. കുറേ ഇങ്ങനത്തെ റമദാൻ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്, സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അത് വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡായിട്ട് റെസിപ്പി മാത്രമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെരി പെരി ചിക്കൻ മന്തിയോ അല്ലെങ്കിൽ ഷവായ ചിക്കൻ മന്തി എന്ത് വേണമെങ്കിലും വിളിക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മന്തി റെസിപ്പിയാണ്. അപ്പോൾ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ വേണ്ടവർക്ക് മുമ്പത്തെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഈ ഒരു ദിവസത്തെ ഷോപ്പിങ്ങിനായിരുന്നു ഞാൻ ഈ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് തയ്യാറാക്കിയത് നെക്സ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പം പെരി പെരി ആ ഒരു ഫ്ലേവറിൽ വരുന്ന നല്ല ടേസ്റ്റുള്ളൊരു മന്തിയാണ് കേട്ടോ. അടുത്തത് നല്ലൊരു റെസ്റ്റോറൻറ്റ് റിവ്യൂ ആണ്. അജ്മാലിലെ മലബാർ പ്ലേറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ബീഫ് കറി ഉണ്ട്. നമ്മുടെ നാടൻ ബീഫ് കറിയുടെ ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതുപോലെ ബീഫ് റോസ്റ്റ്, പിന്നെ ആലപ്പുഴ ചിക്കൻ കറിയാണ് ഇതാ ഈ കാണുന്നത് കേട്ടോ. നല്ല വെറൈറ്റി ചിക്കൻ കറി ആയിട്ടോ, കിഡു ഐറ്റമാണ്. പിന്നെ നോർമൽ ചിക്കൻ കറി, പിന്നെ അങ്ങനെയുള്ള കുറേ കറി വിഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കാണിക്കാനല്ല ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഇത് ചക്കക്കുരു ഇട്ടിട്ടുള്ള മീൻ മുളക് കറിയാണ്. അപ്പോൾ ഇത് വെറും അങ്ങനെയല്ല സെർവ് ചെയ്യുന്നതാണ്, ചക്ക ചട്ടിച്ചോറാണ് ഇതാ ഈ കാണുന്നത് കേട്ടോ. ഇത് മൊത്തം ചക്കയുടെ വിഭവങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഞാനുള്ളത് അജ്മാലിലെ മലബാർ പ്ലേറ്റിലാണ്. അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റാണ്. ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റ് വ്യൂ ഒരുപാട് തവണ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. പല പല വിഭവങ്ങളായിരുന്നു കേട്ടോ അന്നൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നതാ ചക്ക പൊറോട്ട കേട്ടോ. അതിനെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചക്കയുടെ ഒരു മധുരം ഭയങ്കര കുത്തുന്ന ഒരു മടുപ്പുള്ളതായിരിക്കും അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെ ഒന്നുമല്ല, സംഭവം കിട്ടു ടേസ്റ്റാണ്. നല്ല ചക്കയുടെ മണമുണ്ട്, ചെറിയൊരു മധുരമുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റിലുള്ള ചക്ക പൊറോട്ട കേട്ടോ. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു പൊറോട്ടയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാ പൊറോട്ടേനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ചക്ക പൊറോട്ട അങ്ങനെയല്ല കഴിക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു സോസ് അല്ലെങ്കിൽ ഒരു ക്രീമും കൂടി ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അതൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിച്ച ചക്ക പൊറോട്ട. ചക്ക പൊറോട്ട അവിടെ വെക്കട്ടെ, നമുക്ക് ചക്ക ചട്ടിച്ചോറ് ട്രൈ ചെയ്തോ. അജ്മാൻ മലബാർ പ്ലേറ്റ് സ്പെഷ്യൽ ചക്ക ചട്ടിച്ചോറത്. ഇതിൽ മൊത്തം ചക്കയുടെ വെറൈറ്റീസാണ്, കൂടാണ്ട് ചക്കയുടെ ഒരു പായസം കൂടി ഉണ്ട് കേട്ടോ. ചക്കയുടെ വെറൈറ്റീസ് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ഇതാ ചക്ക തോരൻ, ഇതാ ചക്കയുടെ 65 ഉണ്ട്. പിന്നെ ചക്ക എരിശ്ശേരി, ചെമ്മീൻ ചക്കക്കുരും കൂടിയുള്ള ആ ഒരു കറി ഉണ്ടല്ലോ അത്, പിന്നെ മുളക് കറി വിത്ത് ചക്കക്കുരു, പിന്നെ ഇതാ പായസം, ചക്കയുടെ പായസവും,
പിന്നെ ഇതാ പപ്പടം പിന്നെ ചക്കയുടെ അല്ല കേട്ടോ. നമുക്ക് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്, നല്ല ചക്കയുടെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ട്രൈ ചെയ്തൊക്കെയല്ലോ. ഈ ചക്ക ചട്ടിച്ചോറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? ഇതാ ചക്കയുടെ 65 നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ചിക്കൻ 65നേക്കാളും ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ചക്കക്കുരു അല്ല ചക്ക എരിശ്ശേരി, അതുപോലെ തോരനും എല്ലാം ഒന്നിനൊന്നും വെച്ചോട്ടോ. സാധാ ചട്ടിച്ചോറിനേക്കാളും എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കിഡു. ചക്കയുടെ പായസം നോക്കട്ടെ കേട്ടോ, ടേസ്റ്റ് നോക്കട്ടെ. ചക്ക കഴിച്ചൊരു ഫീൽ കേട്ടോ, ഇതെല്ലാം കൂടി ആയപ്പം. എന്താ ലുക്കില്ലേ കാണാൻ. ചക്ക പൊറോട്ടയും ബീഫ് വരട്ടിയതും പിന്നെ ചക്കയുടെ ഒരു സോസും കൂടി. നല്ല അടിപൊളി ചക്കയുടെ മണം വരുന്നുണ്ട് കേട്ടോ. ചക്ക പൊറോട്ടയും ബീഫ് വരട്ടിയതും പിന്നെ ചക്കയുടെ സോസ് അല്ലെങ്കിൽ ക്രീം, ചക്ക ക്രീം. അതേപോലത്തെ ഒരു കോമ്പിനേഷനാണ് ചക്കപ്പുട്ടും ബീഫ് വരട്ടിയതും. ഇത് ബീഫ് ഡ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പപ്പടം. ചക്കയുടെ സോസ് ഒഴിച്ച് നല്ല ചക്കയുടെ മണം വരുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴംപൊരി ബീഫൊക്കെ കഴിക്കില്ലേ, അതേപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ കൂടെ ചക്ക, ചെറിയൊരു മധുരവും ഉള്ള സോസും ചെറിയൊരു മധുരമുള്ള പൊറോട്ടയും എല്ലാം കൂടി ഒരു കോമ്പിനേഷൻ അടിപൊളിയായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും ചക്ക കഴിച്ചൊരു ഫീൽ കേട്ടോ. ഞാൻ കുറേ നേരമായി പറഞ്ഞു ചക്ക കഴിച്ച ഫീലൊന്നും. ശരിക്കും ചക്കയുടെ ആ ഒരു ഫ്ലേവറും ഒക്കെ വന്നു. ഫ്രഷ് ചക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കപ്പുട്ട് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്. ചക്കയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതുപോലെ ചക്കയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഓവർ മധുരം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല കോമ്പിനേഷൻ. ഈ ഒരു ബീഫിൻ്റെ കൂടെ, നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫിൻ്റെ കൂടെയുള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, കിഡു. പൊതുവേ പുട്ടും ബീഫും ഭയങ്കര കോമ്പിനേഷനാണ്. അപ്പോൾ ചക്കപ്പുട്ടും കൂടി ആയപ്പോൾ നല്ല അടിപൊളി, ചെറിയൊരു മധുരവും ആ ഒരു പുട്ടിൻ്റെ ഫ്ലേവറും പിന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫും കൂടി ആയപ്പം കിഡു. അടിപൊളി. ഒരു രക്ഷയില്ല. ഒരു തവണയെങ്കിലും മലബാർ പ്ലേറ്റ് വന്നിട്ട് ഈ ചക്കയുടെ പുട്ടും ചക്കയുടെ പൊറോട്ട ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അജ്മാൻ മലബാർ പ്ലേറ്റിൽ ചക്കയുടെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ട്രൈ ചെയ്യട്ടോ. നല്ല അടിപൊളി ചായ. ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഞാൻ അവിടുത്തെ ചായ നോക്കിയിട്ട് ആ റെസ്റ്റോറൻറ്റ് വിലയിരുത്തും. കിട്ടു ചായ കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മലബാർ പ്ലേറ്റിൽ വന്നിട്ട് കഴിക്കേണ്ട വേറൊരു ഐറ്റമാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് കണ്ണാടിക്കൂട്. ഈ ഒരു ഡിഷിൻ്റെ പേര് കണ്ണാടിക്കൂട് എന്നാണ്. ഈ ഒരു കണ്ണാടിക്കൂടിനകത്ത് ഫുൾ ഫിഷ് വെറൈറ്റീസാണ്. അതിതാ ഇങ്ങനെ പൊക്കി, അപ്പുറത്ത് നെയ്ച്ചോറും ഇപ്പുറത്ത് പാൽക്കപ്പിയാണ്. ഇതാണ് അജ്മാൻ മലബാർ പ്ലേറ്റ് സ്പെഷ്യൽ കണ്ണാടിക്കൂട്. ഫിഷിൻ്റെ ഒരു സംഭവം തന്നെ കേട്ടോ. നല്ല ഗ്രീൻ മസാല, തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള കുറുക്കിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫിഷും നെയ്ച്ചോറും പാൽക്കപ്പ, പിന്നെ 3 സൈഡ് ഡിഷുകൾ അതിൻ്റെ കൂടെ ഉള്ള. പാൽക്കപ്പൻ്റെ കൂടെ ഈ സൈഡ് ഡിഷുകളുണ്ടല്ലോ, കിട്ടു കോമ്പിനേഷൻ. ഈ ഒരു ഗ്രീൻ മസാലയും പാൽക്കപ്പയും ഈ സൈഡ് ഡിഷുകളും ഒരു രക്ഷയില്ല കേട്ടോ. നെയ്ച്ചോറും നല്ല കോമ്പിനേഷനാണ്, പക്ഷേ എനിക്ക് നെയ്ച്ചോറിനേക്കാളും കൂടുതൽ ഇഷ്ടമായത് പാൽക്കപ്പയും ഈ കോമ്പിനേഷനും ഇതെല്ലാം കൂടിയാണ് സൂപ്പർ. പിന്നെ 4-5 ആൾക്കാർക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. ഒരു ഫാമിലി തിയേറ്ററാണ് കേട്ടോ അത്. അപ്പോൾ ട്രൈ ചെയ്യാം മലബാർ പ്ലേറ്റ് അജ്മാൻ മലബാർ പ്ലേറ്റിൽ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. നല്ല രസമുണ്ട്. ചക്ക ചട്ടിച്ചോറ്, ചക്ക പൊറോട്ട, ചക്കപ്പുട്ട്, അതുപോലെ ഈ കണ്ണാടിക്കൂട് എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു കേട്ടോ. ഒന്നും മിസ്സാക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കണം. പിന്നെ ഒരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ മുമ്പ് കുറേ തവണ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ എൻ്റെ പാർസലും കൊണ്ട് പോവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീണ്ടും വീണ്ടും പറയുകയാണ്, എന്തായാലും പോയി നോക്കട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക്സും അറിയിക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല. ഐഷാസ് മോഡസ്റ്റിലെ ലേറ്റസ്റ്റ് കളക്ഷൻസും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഫ്താൻ ടൈപ്പ് വെറൈറ്റീസ് ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നല്ല അടിപൊളി കഫ്താൻ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രിൻറ്റിൽ
6 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. എല്ലാ കളേഴ്സും ഞാനിപ്പോൾ അവിടെ കാണിക്കാം. നല്ല ലൂസുള്ള, അത്യാവശ്യം നല്ല ലൂസുള്ള ഒരു കഫ്താനാണ്. പക്ഷേ ആ ലൂസിലിടുന്നതാണ് അതിൻ്റെ ആ ഒരു മോഡസ്റ്റ് വെയർ ആ ഒരു ലുക്ക് കേട്ടോ. അതിങ്ങനെ ടൈറ്റ് ആക്കിയിട്ടും ഇടാം, നിങ്ങൾക്കിങ്ങനെ ബെൽറ്റൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ട് അങ്ങനെ ഇടാം. അങ്ങനെ വേണ്ടവർക്ക് ഇടാം. പക്ഷേ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ എനിക്കിഷ്ടം അങ്ങനെ ലൂസിലിടാനാണ്. നല്ല ഭംഗിയാണ്, നല്ലൊരു മോഡസ്റ്റ് ലുക്കാണ് അങ്ങനെ ആ ഒരു ലൂസിലിടുമ്പോൾ. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാനിട്ടിട്ടുള്ള ഒരു ബ്ലാക്ക് ഇന്നർ ഉണ്ടല്ലോ, അത് നമ്മളിതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വാങ്ങിക്കാം, അത് നമ്മളടുത്ത് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബ്ലാക്ക് ഇന്നർ ഏതിടാം കേട്ടോ. ഇത് ഫുൾ ഇന്നർ അല്ല കേട്ടോ, ബ്ലാക്ക് സാധാ ഇന്നറാണ്, ഷോർട്ട് ഇന്നറാട്ടോ. ഫുൾ സ്ലീവിൻ്റെ എന്തും നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കഫ്താനും അതിൻ്റെ കൂടെ ഒരു ഹിജാബും ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് അടുത്തത് നല്ല അടിപൊളി കളറിൽ, എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായി, ആ ഒരു വൈറ്റും ബ്ലാക്ക് പ്രിൻറ്റും കൂടി ഉള്ളത്. പിന്നെ ഇതും നല്ല ലൂസിലുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബെൽറ്റ് ഉണ്ടാവും, ബെൽറ്റ് യൂസ് ചെയ്യാം, ബെൽറ്റ് വേണ്ടവർക്ക് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബ്ലാക്ക് ഹിജാബാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് വൈറ്റ് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കഫ്താൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ലൂസാണ്. പക്ഷെ നമുക്കത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലൂസ് അങ്ങനെ ഭയങ്കര ലൂസിൽ കിടക്കുന്ന അങ്ങനെയൊന്നും തോന്നൂല കേട്ടോ. പിന്നെ അടുത്ത നല്ല ഭംഗിയുള്ളൊരു ഗ്രീനിലാണ് ഈ ഒരു കഫ്താൻ വരുന്നത്. അതിൻ്റെ അകത്തും ബ്ലാക്ക് ഇന്നർ, എല്ലാത്തിൻ്റെ അകത്തും ഞാൻ ഈ ബ്ലാക്ക് ഇന്നർ കോമൺ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലർ വിചാരിക്കും ഈ ബ്ലാക്ക് ഇന്നർ നമ്മളിതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും. നമ്മൾ ഈ കഫ്താനും ഹിജാബും കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾ ഓവർ ഇന്ത്യ, UAE, ഒമാൻ ഫ്രീ ഡെലിവറി ഉണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആവശ്യമുള്ളവർ കേട്ടോ. പിന്നെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഈ 6 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഉള്ള സ്റ്റോക്ക് പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് കഴിയും. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലത് മാത്രമേ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഈ ഒരു കഫ്താന് നല്ല ബ്ലാക്കിൽ വൈറ്റ് പൂക്കളൊക്കെ ആയിട്ട് കേട്ടോ. ഇതിനും നല്ല പ്യുവർ ബ്ലാക്ക് അല്ലത്, ഒരു ഗ്രേ കളർ അങ്ങനത്തെ ഒരു ബ്ലാക്കാണ്, ഡാർക്ക് ബ്ലാക്ക് അല്ല കേട്ടോ. അതിലോട്ട് ഞാൻ ബ്ലാക്ക് ഹിജാബാണ് പെയർ ചെയ്തിട്ടുള്ളത്. അടുത്തത് പേർപ്പിൾ കളറിലുള്ള കഫ്താൻ, സെയിം ടൈപ്പ് തന്നെ കേട്ടോ. എല്ലാം നല്ല ലൂസ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ താഴെക്കാരന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ വിട്ടുപോകണ്ട. നമ്മൾ കഫ്താൻ പ്ലസ് ഹിജാബാണ് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.